പരാതിക്കാരിയായ സ്ത്രീക്ക് വിവാഹസമയത്ത് രക്ഷിതാക്കൾ 45 പവൻ സ്വർണ്ണാഭരണവും 50,000 രൂപയും 30,000 രൂപയുടെ വീട്ടുപകരണങ്ങളും നൽകിയിരുന്നു. 45 പവനിൽ 40 പവൻ സ്വർണ്ണാഭരണം ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും ചേർന്ന് ഒരു ട്രസ്റ്റി എന്ന നിലയിൽ കൈപ്പറ്റുകയും ചെയ്തു. ഈ സ്വർണ്ണാഭരണം ഭർത്താവ് വീട് വയ്ക്കുന്നതിനും ഓട്ടോറിക്ഷ വാങ്ങുന്നതിനുമായി വിറ്റ് ചിലവഴിച്ചു. തുടർന്നുള്ള ജീവിതത്തിൽ ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുകയുണ്ടായി. അതിന് ശേഷമാണ് സ്വർണവും പണവും തിരികെ ലഭിക്കുന്നതിന് പരാതി സമർപ്പിച്ചതെന്ന് ഭാര്യ കുടുംബക്കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ ഭർത്താവിൻ്റെ ഭാഗം ഈ വിഷയങ്ങളെല്ലാം നിഷേധിക്കുകയാണുണ്ടായത്. താൻ ഒരിക്കലും സ്വർണമോ പണമോ ഭാര്യയിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. തനിക്കെതിരെ സ്വർണവും പണവും ദുരുപയോഗം ചെയ്തെന്ന പരാതി നിലനിൽക്കുന്നതുമല്ല. ഭാര്യ ധരിച്ചിരുന്നതിൽ ചിലത് സ്വർണം തന്നെ അല്ലായിരുന്നു എന്ന് ഭർത്താവ്. കൂടാതെ താൻ 16 പവൻ സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് നൽകിയിരുന്നതാണ്. അത് തിരികെ ലഭിക്കണം. കുടുംബക്കോടതി ഭർത്താവിൻ്റെ വാദം തള്ളുകയും സ്വർണവും പണവും ഭാര്യയ്ക്ക് തിരികെ നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഫാമിലി കോടതി വിധിക്കെതിരെ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിൽ ഹൈക്കോടതി നോട്ട് ചെയ്ത വിഷയം ഭാര്യയുടെ സ്വർണത്തിൻ്റെ അളവിൽ ഭർത്താവ് ഗൗരവമായി എതിർത്തിട്ടില്ല. സ്വർണത്തിൽ താൻ ഭാര്യയ്ക്ക് നൽകിയതും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഭർത്താവ് വാദിക്കുന്നു. മറ്റൊന്ന്, ഭാര്യയുടെ ആഭരണങ്ങളിൽ ചിലത് സ്വർണമായിരുന്നില്ല എന്നുമാണ്. ഭർത്താവ് വ്യക്തമാക്കിയ മറ്റൊരു വിഷയം താൻ ഒരു കൂലിയാണെന്നും തനിക്ക് വിവാഹസമയത്ത് ദിവസം 150 മുതൽ 250 രൂപ വരെ മാത്രമേ വരുമാനമുണ്ടായിരുന്നുള്ളൂ എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റേത് കൂടിയാണ് സ്വർണമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഭർത്താവിൻ്റെ ഭാഗം അംഗീകരിക്കുന്ന വസ്തുതയാണ് വിവാഹസമയത്ത് ഭാര്യയുടെ പിതാവ് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇത് ഭാര്യയുടെ വിവാഹസമയത്തെ സാമ്പത്തിക ഭദ്രത വ്യക്തമാക്കുന്നതാണ്. വിവാഹസമയത്ത് ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വ്യക്തമാക്കുന്നതിനുള്ള ഫോട്ടോഗ്രാഫ്സ് ഭാര്യ സബ്മിറ്റ് ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ഭാര്യയുടെ സ്വർണം ഭർത്താവിനെയും ഭർതൃമാതാവിനെയും ഏൽപ്പിച്ചിരുന്നതിനുള്ള സാധ്യത വ്യക്തമാക്കുന്നു. ഇതിൽ ഹൈക്കോടതി പറഞ്ഞത്, ഒരു ബ്രൈഡ് വിവാഹം കഴിഞ്ഞ് ഭർതൃവീട്ടിലേക്ക് വരുമ്പോൾ താൻ കൊണ്ടുവന്ന സ്വർണം സ്വന്തം കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരവസ്ഥയിലല്ല. സാധാരണയായി ഈ ആഭരണങ്ങൾ ഭർത്താവോ അവരുടെ അടുത്ത ബന്ധുക്കളോ സേഫ് കസ്റ്റഡിയിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഭാര്യ തൻ്റെ പങ്കാളിയെ വിശ്വസിച്ചേൽപ്പിക്കുന്നു എന്നത് കോമൺ നോളജാണ്. ഈ സ്വർണം ഭർത്താവിനെ ഏൽപ്പിക്കുന്നത് സൂക്ഷിക്കാനാണ്. അത് ഭർത്താവിൻ്റെ സ്വത്തല്ല. ഭാര്യ ആവശ്യപ്പെടുമ്പോൾ അത് തിരികെ നൽകേണ്ടതുമാണ്. അതിന് ഭർത്താവ് ബാധ്യസ്ഥനുമാണ്. ഭാര്യയുടെ സമ്മതത്തോടെയോ അല്ലാതെയോ സ്വർണം വിറ്റാൽ സ്വർണമോ സ്വർണത്തിൻ്റെ മൂല്യമോ ഭാര്യയ്ക്ക് തിരികെ നൽകേണ്ടതാണ്. അത് നിയമപരമായ ബാധ്യതയാണ്.